ഹലോ ഗൈസ്, സ്റ്റാർ ഫുഡ്സ് ബോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാഹചര്യം കാരണം കൊണ്ട് നമ്മളിത് കുറച്ച് സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പം പിന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം നമ്മുടെ ഗെയിമിനെ. നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും. നമ്മൾ ലൈവൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കും. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടു സാധനങ്ങളൊക്കെ തന്നെയാണ്. വളരെ ചെറിയ ചുരുക്ക സാധനങ്ങൾ തന്നെയാണ്. നമ്മളെന്നാ കോവയ്ക്കുണ്ട്, മാങ്ങയുണ്ട്, കാന്താരിയുണ്ട്, പിന്നെ അങ്ങനെ വഴുതനങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ കുറി ഇടും. നമ്മൾ എത്രയെണ്ണാന്ന് കുറി എടുക്കും. നമ്മൾ വിരളയിലാണ് ഈ 4 സാധനങ്ങളുടെയും പേരെടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവനാണെങ്കിൽ ഓരോ ഇത് തൊട്ടിട്ട് ഇപ്പോൾ ഇവന് കാന്താരി കിട്ടുന്നതെങ്കിൽ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എണ്ണ എഴുതിയിട്ടുണ്ട് 1, 2, 3 എന്ന്. പിന്നെ അതിനകത്ത് ഒരു ഇട്ടൂരി എടുക്കുക കഴിയുമ്പോൾ 3 വന്നെങ്കിൽ 3 കാന്താരി തിന്നണം. അതാണ് നമ്മളെ ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സെൽഫി എടുക്കും. അപ്പോൾ നമ്മൾ കളി തുടങ്ങണം. അവനെ ഏതാണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാറി നമുക്ക് വിരളയിലെ സാധനങ്ങളൊക്കെ കയറുക. ഐസ് ഓടാപ്പുറത്തോട്ട് മാങ്ങ, കാന്താരി, വഴുതനങ്ങ, കോവയ്ക്ക. മാങ്ങ, കാന്താരി, വഴുതനങ്ങ, കോവയ്ക്ക. നമ്മൾ ഇതാണ് 4 എടുത്തിരിക്കുന്നത്. മണിയാ വാടാ. ഗൈസ്, ചക്കന് മാങ്ങയാണ് കിട്ടിയേക്കുന്നത്. ചക്കന് മാങ്ങയാണ്. നമുക്ക് കുറി എടുത്ത് നോക്കാം. ഇനി കുറി ഇടാം. ഗൈസ്, ഓക്കെ, ചേക്കൻ കുറി എടുക്കാൻ പോവാണ്. ഗൈസ്, 3 മാങ്ങ കഴിക്കാനാണ്. 3 മാങ്ങ ചക്കൻ്റെ കുടിക്കാം. മാങ്ങ ഉരുട്ടിക്കളയുക. ഇവന്റെ ഇതിനകത്ത് കൈട്ട് കൊടുത്താൽ 3 മാങ്ങ ഇറക്കൻ്റെ കൊടുത്തിട്ട് ചക്കനെ തിന്നാതെ ഇവിടുന്ന് വിടുകയല്ല. മൊത്തം തിന്നോണം. അപ്പോൾ ചക്ക 3ാമത്തെ വേണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിന്ന് തീർക്കണം. വേഗം തിന്നു മണിയാ. നല്ല പുളിയുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ സൈഡുകാരൻ്റെ മാവേന്ന് നിന്ന് വീടുകയാണ്. കണ്ണി മാങ്ങാൻ വേണ്ടത്തിലാണ് നമ്മൾ വെറുതെന്ന് വന്നതാണ്. അയലക്കംകാർ തല്ലി ഓടിക്കാത്ത ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ മണിയാ മൊത്തം തിന്നാൻ മണിയാ. ഓക്കെ, ആ കുരുവും കൂടെ തിന്നണം. കുരു തിന്നണം. കുരു പിടിക്കുകയാണ്. കയ്പുള്ള കുരുവാണ്, നല്ല കയ്പുള്ള കുരു. അത് കളഞ്ഞു ഇവരെ തല്ലിക്കൊള്ളല്ലേ. അപ്പൊ അടുത്ത ഞാനാണ്. ഇനി ഞാൻ അവിടെ പോയി വെക്കും. നിങ്ങൾ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് കണ്ടറിയാം. ഇത് കാന്താരി, ഇത് മാങ്ങ, ഇത് കോവയ്ക്ക, ഇത് വഴുതനങ്ങ. അപ്പോൾ കഴിച്ച് നമുക്ക് അവന് എന്നെ പണി കിട്ടുന്നതെന്ന് അറിയാം. വിടാൻ പോവുകയാണ്. വഴുതനങ്ങ. ഓ വഴുതനങ്ങ 3 കടിയേ ഞാൻ കടിക്കുള്ളൂ. 3 അല്ലല്ല, കുറിയിട്ടില്ല. വഴുതനങ്ങ ഒരെണ്ണമുള്ളതുകൊണ്ട് നമുക്ക് ചവയ്ക്കാം. 3 കടി വെച്ചടിക്കാം. കുടുക്ക് പടക്കി വെക്കുക. അപ്പം നമ്മൾ കുറിയിടാൻ പോവുകയാണ്. നമുക്ക് കിട്ടുന്ന ലക്കടിച്ചിരിക്കും. എടുത്തിട്ടുണ്ട്, കുറി എടുത്തിട്ടുണ്ട്. 3 വെട്ട് 3 കടി കടിക്കണം. എനിക്ക് ഞാൻ കടിക്കില്ല. പിടി. 3 കടി കടിക്കാൻ പോവാ. കട്ടാക്ക് 3 കടി കടിച്ചു. ഞാൻ തീർന്നു. ഞാൻ കുറെ തുപ്പിക്കളഞ്ഞു. 3 കടി കടിച്ചെങ്കിലും 3 ഞാൻ തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഞാൻ വീഡിയോ എടുക്കാം. അടുത്ത നമ്മളിനി ക്യാമറമാനാണ്. അപ്പൊ ക്യാമറമാൻ ഇനി അപ്പുറത്തോട്ട് പറഞ്ഞു വിടാം. പോടാ. തന്നെ ചവ ഇതുവരെ പോയില്ല. സാധനം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞേക്കടാ. അപ്പൊ 4 സാധനങ്ങളാണ്. വഴുതനങ്ങ, മാങ്ങ, കോവയ്ക്ക, കാന്താരി. നമുക്ക് വിളിക്കാം. വാ. ഓക്കെ, ചക്കന് കിട്ടിയേക്കുന്ന കോവയ്ക്കാണ്. കോവയ്ക്ക ഇനി കുറിയിടാൻ നമുക്ക്.
കോക്കന സുമ്മാവാ ചേട്ടൻ ഗുരു എടുത്തിട്ടുണ്ട്. രണ്ട് തവണ രണ്ട് കടി വെച്ച് കഴിച്ചാൽ രണ്ട് കടി. നമ്മൾ കോവയ്ക്ക് 2 കടി കൊടുത്തു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടുത്തെ അന്തരീക്ഷമാണിത്. ഒരു മഴയ്ക്കുള്ളതെല്ലാം കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ അവർ എന്തോ പറിക്കാനായിട്ട് തന്നെ പോയേക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മഴയായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി ഇരുമ്പിച്ചിക്കായും പിന്നെ വെണ്ടക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇരുമ്പിച്ചിക്കായ്ക്ക് പറയുന്നത്? എന്താ നിങ്ങൾ പറയണം. അപ്പം നമുക്ക് 3 പേർക്ക് ഒരേ സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇനി ഒന്നുകൂടെ വെറൈറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ നമ്മൾ സാധനങ്ങൾ എടുക്കുകയാണ്. പലത് വരുമോയെന്ന് അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മണീനെ ആദ്യം വിടാം. ആദ്യം വിട്ടാൻ ആദ്യം തന്നെ സംഭവം പോയിട്ടുണ്ട്. ഓടി ചെല്ലു. ഇപ്പം 6 സാധനങ്ങൾ പക്ഷെ വെണ്ടയ്ക്ക നമുക്ക് ഒഴിവാക്കാം. 5 സാധനങ്ങൾ. അപ്പോൾ ഇവിടെ കാന്താരി, കോവയ്ക്ക, വഴുതനങ്ങ, ചിലുമ്പിക്ക, പിന്നെ കോവയ്ക്ക അല്ല കാന്താരി, ചിലുമ്പിക്ക, കോവയ്ക്ക, മാങ്ങ, വഴുതനങ്ങ ഒക്കെ 5 സാധനങ്ങൾ. വാടാ പനിയാണ് നമുക്ക് നോക്കാം. കോവയ്ക്ക സെക്കൻഡ് കിട്ടിയ കോവയ്ക്ക. അത് കടിച്ച കോവയ്ക്കല്ല വെച്ചാൽ തണ്ട. എത്ര പ്രാവശ്യമാണ് നമുക്ക് നോക്കാം. ഓക്കെ ഇട്ടൂലി ഇട്ടില്ലേ? ഇട്ടൂലി ഇടാൻ പേപ്പറിങ് കൊണ്ട് വെച്ചാൽ നമ്മളിപ്പം ഇട്ടൂലി ഇടുവാണ്. എടുത്തു 2 തവണ. അങ്ങനെ രണ്ട് കടി കടിക്കും. എന്ത് ഞാനാണ് ഇനി അടുത്ത അവിടെ പോയി നിൽക്കാൻ പോകുന്നത്. ഉമ്മാരോടെ എന്താ കാണിക്കട്ടെ. 5 കാന്താരി അല്ല കോവയ്ക്ക, വെണ്ടയ്ക്ക, മറ്റേ ഇരുമ്പിച്ചിക്ക, പിന്നെ മാങ്ങ, വെണ്ടയ്ക്ക് കാന്താരി. ഗൈസ് അവന് അടുത്തുള്ള പണി എന്നാന്ന് നമുക്ക് നോക്കാം. 5 സാധനങ്ങൾ എല്ലാവർക്കും കഴിക്കില്ല. കാന്താരി തന്നെ കിട്ടി. നമുക്ക് എത്ര പ്രാവശ്യം നോക്കാം. കാന്താരിയാണ്. കാന്താരി ചെറുതായതുകൊണ്ട് നമുക്ക് എണ്ണത്തിന് വെച്ചെടുക്കാം. ഓക്കെ എടുത്തിട്ടുണ്ട്. 3 അരിക്ക് 2 അരിന്ന് 2 കാന്താരി. 2 കാന്താരി എടുത്ത് ഇപ്പം നമ്മൾ കഴിക്കും. 2 കാന്താരി എരിവളാണ് തിളച്ച് നമ്മൾ എടുക്കുവാണ്. കാന്താരി അത് അടുത്ത ക്യാമറാമാൻ പോയി. 5 സാധനങ്ങളാണ്. 5 സാധനങ്ങൾ എടുക്കാം. നമുക്ക് സാധനങ്ങൾ എടുക്കാം. പറഞ്ഞു കോവയ്ക്ക, വെണ്ടയ്ക്ക, കാന്താരി, വഴുതനങ്ങ, ഇലിമ്പിച്ചിക്ക. അത് സാധനം വിളിക്കാൻ വരാ. വാ 5 എണ്ണം ഉണ്ട്. ഇലിമ്പിച്ചിക്ക. ഇലിമ്പിച്ചിക്ക എത്ര എണ്ണ നോക്കാം. വാള ഇട്ടൂലി ഇടുവാ. ഇട്ടൂലി ഇട്ടെടുക്കുവാണ്. ഇടുന്ന ആൾക്ക് ഒരു ബോധമില്ല. മണി ശരിക്കും പറയാൻ പൊട്ടനാണ്. 3 തവണ എന്നായിരുന്നു ചിലിമ്പിക്ക. 3 തവണ കടിക്കണം. ചിലിമ്പിക്ക 3 തവണ. 3 തവണ കടിക്കുക.
അതായത് നാളെ ഇവിടെ കടിച്ചോണ്ടിരിക്കുകയാണ്. കടിച്ച് പഠിത്താണല്ലേ. ഓക്കെ, ഇവന്റെ വീട്ടിൽ നിന്നാണ് ചിലിമ്പിക്കുകയും അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നതാണ്. എല്ലാരും വന്ന് മേടിക്കുക. ചെക്കൻ്റെ വീട്ടിലെല്ലാം വിൽക്കുന്നതാണ്, എല്ലാം വന്ന് മേടിക്കേണ്ടതാണ്. ഇവനെ വിൽക്കുന്നതാണ് 1500 രൂപയ്ക്ക്. അതായത് അപ്പം നമ്മളിവിടെ വീഡിയോ നിർത്തുവാണ്. അപ്പം പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പരമാവധി നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പം നമ്മളിവിടെ വീഡിയോ വരണ്ടാണ് നമ്മള്. അതായത് നമ്മളിനി മില്യൺ ആകണം ഗൈസ്. അതൊക്കെയാണ് പ്രതീക്ഷ. ഇപ്പം നമുക്ക് വേണ്ടത് 1K എങ്കിലും ആണ് വേണ്ടത്. അല്ല, എല്ലാവരും പരമാവധി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവരുടെ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങാം. അതെ, നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒരു റൂമുണ്ട്. അപ്പം നമുക്ക് അതിൽ തന്നെ തുടങ്ങണം. നിങ്ങൾ പരമാവധി ലൈക്ക് അടിക്കുക. നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. നിങ്ങൾ പറയുന്ന ഏത് ചാലഞ്ച് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഇനി കമന്റ് ബോക്സിൽ ഇട്ടോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്തിരിക്കും.